പ്രിയമുള്ളവരെ, വചനജ്വാല 1700-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 27 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 20 മുതൽ 37 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പുതുതലമുറ പകൽ വെളിച്ചം കാണുകയും ഭൂമിയിൽ വസിക്കുകയും ചെയ്തു. എന്നാൽ അറിവിലേക്കുള്ള മാർഗം അവർ പഠിച്ചില്ല. അവളുടെ പാതകൾ മനസ്സിലാക്കിയില്ല. അവളെ കരസ്ഥമാക്കിയുമില്ല. അവരുടെ പുത്രന്മാർ അവളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് അകന്നു പോയി. കാനാനിൽ അവളെപ്പറ്റി കേട്ടിട്ടില്ല. തേമാനിൽ അവനെ കണ്ടിട്ടില്ല. ഭൂമിയിൽ ജ്ഞാനം അന്വേഷിക്കുന്ന ഹാഗാറിന്റെ പുത്രന്മാരോ മിദ്യാനിലെയും തേമാനിലെയും വ്യാപാരികളോ ജ്ഞാനാന്വേഷികളോ കഥ ചമയ്ക്കുന്നവരോ ജ്ഞാനത്തിലേക്കുള്ള മാർഗം മനസ്സിലാക്കിയിട്ടില്ല. അവളുടെ പാതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഇസ്രായേലേ, ദൈവത്തിന്റെ ആലയം എത്ര വലുതാണ്! അവിടുത്തെ ദേശം വിസ്തൃതമാണ്. അത് വിസ്തൃതവും അതിരറ്റതുമാണ്. ഉന്നതവും അപരിമേയവുമാണ്. പണ്ടുമുതലേ പ്രശസ്തരായ മല്ലന്മാരും അതികായകന്മാരും യുദ്ധവിദഗ്ധന്മാരും അവിടെ ജനിച്ചു. ദൈവം അവരെ തിരഞ്ഞെടുത്തില്ല. അറിവിന്റെ മാർഗം കാണിച്ചു കൊടുത്തുമില്ല. ജ്ഞാനമില്ലാതിരുന്നതിനാൽ അവർ നശിച്ചു. അവരുടെ ഭോഷത്വം നിമിത്തം അവർ നശിച്ചു. ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നത്? സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചത് ആര്? തനി സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും? അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല. ആ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുമില്ല. എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു. അവിടുന്ന് അവളെ തന്റെ അറിവ് കൊണ്ട് കണ്ടെത്തി. എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു. അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടുകൂടെ അത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവർ സന്തോഷത്തോടെ മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം. അവിടത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി. അവളെ തന്റെ ദാസനായ യാക്കോബിനെ, താൻ സ്നേഹിച്ച ഇസ്രായേലിനെ കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ സീതായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഭക്തയും ദരിദ്രയുമായ അമ്മ സീതായെ വളരെ ശ്രദ്ധയോടെ വളർത്തി. ദരിദ്രരായതുകൊണ്ട് ഒരു വീട്ടുവേലക്കാരിയായി ജോലി ആരംഭിച്ചു.
കുടുംബാംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് സീത എഴുന്നേറ്റ് ദീർഘസമയം പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു. ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. സകല ജോലികളും ഉത്സാഹത്തോടെ ചെയ്തിരുന്നുവെങ്കിലും യജമാനനും ഭാര്യയും സഹഭൃത്യരും ശാസിക്കുകയും പ്രഹരിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും പിറുപിറുക്കുകയോ ആവലാതിപ്പെടുകയോ ചെയ്യാതെ പ്രസന്നതയോടെ എല്ലാ ജോലികളും ചെയ്തിരുന്നു. കുറേയേറെ സഹനങ്ങൾക്കൊടുവിലാണ് യജമാനനും ഭാര്യയ്ക്കും ഭൃത്യന്മാർക്കും തങ്ങൾക്ക് ലഭിച്ച നിധി എന്താണെന്ന് മനസ്സിലായത്. പിന്നീട് യജമാനൻ അവളെ സർവാധികാരിയായി നിയമിച്ചു. വർഷവട്ടം മുഴുവൻ അവൾ ഉപവാസത്തിലായിരുന്നു. റൊട്ടിയും വെള്ളവും കഴിച്ച് കിട്ടുന്ന ശമ്പളം മുഴുവൻ പാവങ്ങൾക്ക് ദാനമായി നൽകിയിരുന്നു. 60-ാം വയസ്സിൽ അന്ത്യകൂദാശകൾ സ്വീകരിച്ച് മുമ്പ് പറഞ്ഞിരുന്ന സമയത്തു തന്നെ കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ അവളുടെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായി കന്യകയായ വിശുദ്ധ സീത പുണ്യവതിയെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.